എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പം എന്തല്ലേ മഴ, നല്ല മഴയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും നല്ല മഴയുണ്ട്. അതാണല്ലോ മിക്ക സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കോവിഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ വാർത്തകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഇതെന്താ അല്ലേ ബുദ്ധിമുട്ട്. എങ്ങനെ പോയാലും, ബസ്സിൽ പോയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഒക്കെ നനയും. അതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് ഞാൻ തലേദിവസം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം എല്ലാ പ്രാവശ്യവും നമ്മൾ അതിൻ്റെ വേണ്ടിയുള്ള ഇഡലി ദോശ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മാവൊക്കെ തയ്യാറാക്കി വെക്കുമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ റവ വെച്ചിട്ടുള്ളൊരു ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇത് ഇഡലി. അത് എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഒരു 1 hour ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ സമയം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് ഇത് കിട്ടാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 2 hours ഒക്കെ വെച്ചാൽ മതിയാവും. ഞാൻ എന്തായാലും നന്നായി കിട്ടിയിട്ടുണ്ട് ഇഡലിയൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തന്നേക്കൂ, കമൻറ്റും ഒക്കെ ഇട്ടേക്കൂ. പിന്നെ ഇഷ്ടപ്പെട്ട വിഭവമാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുകയും കൂടി ചെയ്തേക്കും. അപ്പം ഇതിന് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അതിൽ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതായത് ക്യാരറ്റ്, പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി. സാധാരണ നമ്മൾ ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മുമ്പ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചേർക്കാറില്ല. പിന്നെ അതൊക്കെ എടുത്ത് കളയാനായിട്ട് മെനക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കാറില്ല. ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ക്യാരറ്റാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്. പിന്നെ സവാള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നല്ലൊരു റെസിപ്പിയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. വരും. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിരാൻ വേണ്ടി ഒരു 1.5 കപ്പോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മിക്സിയുടെ വലിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം തൈരാണ്. ഇത് കുറച്ച് പുളിയൊക്കെ ഉള്ള തൈരാണ്. നമുക്ക് ഈ മാവൊന്ന് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടൊരു കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഇന്ന് 1 മണിക്കൂറൊക്കെയാണ് കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ശരിക്കും 2 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. സവാള, ഇഞ്ചി, പച്ചമുളക് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സവാള ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തത്. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലതുപോലെ. എന്നിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാം.
കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ലതാണ്. ഇനി ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് സ്റ്റീം വന്നു തുടങ്ങി. ആ സമയത്ത് തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ മാവ് കോരി ഒഴിക്കാം. കണ്ടോ, ഞാനൊരു പ്രാവശ്യം 9 ഇഡ്ഡലി ഉണ്ടാവും. ആദ്യത്തേൽ 4 എണ്ണവും പിന്നത്തേൽ 5 ഇഡ്ഡലിക്കുള്ള ഇതുണ്ട്. അപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 9 ഇഡ്ഡലി അപ്പോൾ തന്നെ കിട്ടുമല്ലോ. കണ്ടില്ലേ? എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഈ ക്യാരറ്റ് മാറ്റി വെച്ചതും സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ മാവ് ഒഴിക്കുന്നതിന് മുൻപ് ഇട്ട് കൊടുത്തിട്ട് മാവ് ഒഴിച്ചാലും മതി. അതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഡലി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലി പാത്രം തുറന്ന് ഇതിൻ്റെ തട്ടൊക്കെ മാറ്റി. കണ്ടോ, കുറച്ച് സമയം ഇതിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇഡലിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം മാവ് കൂടി ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, ദോശക്കല്ല് വെച്ചിട്ട് ദോശയായിട്ടുണ്ടാക്കി. കാരണം ഇതിനി ഒരു ബാച്ചും കൂടെ വയ്ക്കാനുള്ള ഇഡലിക്കുള്ള മാവില്ല. അപ്പോൾ പിന്നെ എന്തായാലും ദോശയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. അതിനി വെറുതെ വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി. കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ഉണ്ട്, റവ ഇഡലിയും ഉണ്ട്, റവ ദോശയുമുണ്ട്. ഇതിന് കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാർ. നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡലിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്, ദോശയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറും കൂടെ തയ്യാറായി വരുന്നുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇഡലി ഉണ്ടല്ലോ, ദോശയും സാമ്പാറും കൂട്ടിയായിട്ടാണ് കഴിക്കുന്നത്. നല്ലൊരു സാമ്പാർ, ഇൻസ്റ്റൻ്റായിട്ട് വെറും 10 മിനിറ്റ് താഴെ എടുത്തിട്ടുള്ളൂ അത് സാമ്പാർ ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കുറുകിയ രീതിയിലാണ് സാമ്പാറെന്ന് വെച്ചത്. നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ, മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നാളെ തന്നെ കാണാം. താങ്ക് യു. Bye.